ഷാനവാസ് ഭയങ്കര ബുദ്ധിശാലിയാണ്. ഷാനവാസിന്റെ ഗെയിം ഗംഭീര ഗെയിമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഷാനവാസ് ഒതുങ്ങുകയാണ്. ഷാനവാസ് എന്താണെന്നറിയില്ല. ഷാനവാസ് ഇന്നലെയൊക്കെ എന്തോ ഫയറായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കണ്ടായിരുന്നു. നെവിനും ഷാനവാസ് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ കാണിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഷാനവാസ് ഇറങ്ങി കളിച്ചാൽ വേറെ ആർക്കും അങ്ങോട്ട് പെട്ടെന്ന് കയറാൻ പറ്റില്ല. ഒന്ന് ഉൾവലിയുന്ന പോലെ. ഷാനവാസ് നല്ലൊരു ഗെയിമറാണ്. പക്ഷെ ഷാനവാസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പ് പിടിച്ച് അങ്ങനെയുള്ള ട്രാക്ക് പോവാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതൊന്നുമല്ല. ഷാനവാസ് ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് നല്ലൊരു ഗെയിമറാണ്. പക്ഷെ ഇപ്പോൾ ഇറങ്ങി കളിക്കുന്നത് അക്ബറാണ്. അപ്പൊ ഷാനവാസ് അത് പൊട്ടിച്ച് കയറി വരാൻ സാധ്യതയുള്ള ഒരാളാണ്. ഒന്നും വേണ്ട, ആര്യൻ ഫുള്ള് നെഗറ്റീവായിട്ട് ആ മസ്താനി പോകുമ്പോൾ ഉള്ളൊരു ആര്യന്റെ ഒരു പ്രകടനം അത് ഗംഭീര ആക്റ്റായി. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി പോയി. ഞാൻ മസ്താനിയോടുള്ള ഒരു വിരോധമല്ല കേട്ടോ. ഞാൻ പറയുന്നത് ആ സമയത്ത് ആ പയ്യൻ കാട്ടിയ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അപ്പാനിക്ക് വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്. അപ്പാനി പോകുമ്പോൾ മസ്താനി ഇങ്ങനെ സന്തോഷിച്ചു, അതിന് പകരം വീട്ടിയതാണെന്നാ പറയുന്നത്. എനിക്ക് ബേസിക്കലി എനിക്ക് വിഷമമായി. കാരണം എന്താ വെച്ചാൽ ഞാനാണ് ആ സ്ഥാനത്ത്, അല്ലെങ്കിൽ റോഹനാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആര്യൻ അത് വേറെ ലെവലാക്കിയത്. റീൽസുകളാണ് വരുന്നത്. പുലിക്കളി കളിച്ച് അതേ രീതിയിൽ പെട്ടെന്ന് ഈ മാസ്ക് ഒക്കെ വന്നു. മാസ്ക് വന്നത് ജിസൈൽ കൊടുത്തതാണ്. ഞാൻ കണ്ടു ഈ സംഭവം ഇത് കഴിഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നത് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കാം. അല്ലാതെ ഇപ്പൊ മാസ്ക് വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇനി പുറത്ത് പോകുമ്പോൾ അത് കളിക്കാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചാൽ അതറിയില്ല. അതേപോലെ ഒരാൾ വന്നിട്ടുണ്ട്, സാബുമാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വേറൊരു കാര്യം ശ്രദ്ധിച്ചാ ഈ സീസണിൽ എന്താണ് ഈ അപ്പാനി പോയി, RJ ബിൻസി പോയി, ഇപ്പൊ ഈ അടുത്ത് പ്രവീൺ പോയി. ലവ് ട്രാക്ക് തുടങ്ങാൻ സാധ്യതയുള്ള ആളുകളെ മുഴുവൻ ഇവരെ എവിക്ട് ചെയ്ത് വിടുകയാണ് അല്ലേ? അപ്പാനി ബിൻസി ലവ് ട്രാക്ക് ആയിരുന്നു. ലവ് ട്രാക്ക് അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് മൂഡിൽ പറയാൻ പറ്റില്ല. പ്രേക്ഷകർ ഓരോന്നൊക്കെ അത് ലവ് ട്രാക്ക് ഒന്നല്ല കേട്ടോ. അപ്പാനി മാരീഡ് ആണ്, അത് ലവ് ട്രാക്ക് ഒന്നല്ല. പക്ഷെ പ്രേക്ഷകർക്ക് ഒരു ചിന്ത വരികയാണ് ലവ് ട്രാക്കിലേക്ക് പോകുന്നത്. കാരണം അപ്പാനി നല്ല രീതിയിൽ കുടുംബം നയിക്കുന്ന ഒരാളാണ്. അപ്പാനിയും ആ കുട്ടീനെയും കുറിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ അത് വെറുതെയാണ്. അതിപ്പോൾ ഗെയിമിന്റെ ഭാഗമാണ് കേട്ടോ. അതിപ്പോൾ അവിടെ കളിക്കുന്ന ആൾക്കാരും ഗെയിമാണ്, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഗെയിമാണ്. പ്രേക്ഷകർ അത് ലവ് ട്രാക്ക് ആണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ പറയുന്നത് ശരിയാണ്. പക്ഷെ അതൊരു ലവ് ട്രാക്കിലേക്ക് പോവില്ല എന്നുള്ള കാര്യം എനിക്ക് 101% ഉറപ്പായിരുന്നു. കാരണം അപ്പാനി കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ബിൻസി നല്ലൊരു ഗെയിമറാണ്. ഫ്രണ്ട്ഷിപ്പ് അവിടെ ഒരു ക്രിയേഷൻ വരും. അവരൊരു ഫ്രണ്ട്ഷിപ്പ് ടോപ്പ് 3 വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന അക്ബർ എന്തായാലും വരും. അക്ബർ എന്തായാലും ടോപ്പ് 3 ഫസ്റ്റ് സെക്കൻഡ് 3 എന്നുള്ള രീതിയിലേക്ക് അനുമോൾ എന്തായാലും വരും, അക്ബർ എന്തായാലും വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 പൊസിഷനിൽ നമുക്ക് നോക്കാം. ഈ രണ്ടുപേര് മാത്രം ഉറപ്പുള്ളേ. ഈ രണ്ടുപേരിൽ ഒരാളാണോ ഈ പുറത്ത് അവിടെ കോണ്ടന്റ് കൊടുക്കാതെ തന്നെ കിടക്കുന്ന അല്ലാത്തൊരാളാണ്? ഈ രണ്ടുപേരല്ലാത്ത ഒരാളെ കുറിച്ചിട്ടാണ് പുറത്ത് അവിടെ വലിയ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇപ്പൊ ചില സമയത്ത് കാര്യമായിട്ട് കാണിക്കും, ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഒന്നുമില്ലാത്ത സമയത്തും ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരേപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ ലെറ്ററിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് ഗംഭീര കോണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ്, ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല. ഒരേപോലെ കോണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? പക്ഷെ ചില സമയത്ത് ഒന്നുമില്ലാത്ത സമയത്ത് ബ്ലാങ്ക് ആയിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ലെറ്ററിംഗ് ആണ്. ഈ ആള് അപ്പൊ ഞാൻ പറഞ്ഞത് മാനിപ്പുലേഷൻ അവസാനം പറഞ്ഞ മുന്നിലോട്ട് വരുമോ? ഏതാ വരാൻ സാധ്യതയുണ്ടോ? എനിക്ക് ഈ വ്യക്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പുകഴ്ത്തുന്ന വ്യക്തികൾ കുറെ കഴിയുമ്പോൾ ഈ വ്യക്തി ഡിസർവിംഗ് അല്ല എന്ന് പറയും. സീസൺ 7 തുടങ്ങുന്ന സമയത്ത് ആദ്യം പരാമർശിച്ച ഒരു പക്ഷെ ഓർത്ത പേര് അനീഷന്റെ ആയിരിക്കും. അല്ല, അനീഷിന്റെ പറഞ്ഞപ്പോ രതീഷന്റെ ആയിരിക്കും. അപ്പൊ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ഒരു തൃശ്ശൂർകാരൻ കണ്ടസ്റ്റന്റ് അവിടെ വരുന്നേക്കാൾ ഇവരായിട്ട് ശൈലികളും ഉള്ള സ്പേസിൽ കുറെ കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു പറഞ്ഞപ്പോ ഒരു ആയിരിക്കും മേ ബി കുറെ കൂടി വന്നത്. അത്തരത്തിൽ പരാമർശങ്ങൾ കേട്ടിരുന്നോ? അല്ല, പരാമർശം കേട്ടിരുന്നു പറഞ്ഞാൽ അനീഷിന്റെ പേരും എന്റെ പേരും വെച്ചിട്ട് ഒരു ബ്രീഫിങ് ഫേസ്ബുക്കിലൊക്കെ ഞാൻ കാണാറുണ്ട്. അതായത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ അയച്ചു തരാണ്. അതായത് സീസൺ 6 രതീഷിന് സംഭവിച്ച പോലെ അനീഷിന് സംഭവിക്കരുത്, അതിന് പ്രേക്ഷകർ സമ്മതിക്കരുത്. രതീഷിന് ഒരാഴ്ച കൊണ്ട് പുറത്താക്കിയ പോലെ അനീഷിനെ പുറത്താക്കരുത്. ഒരുപാട് കാര്യങ്ങൾ അനീഷിൽ നിന്ന് വരാനുണ്ട്. രതീഷിന്റെ കളികൾ കണ്ടിട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ ആവരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മാർക്കറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്രീഫിംഗ് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആലോചിക്കുക, അങ്ങനെ ഒരു ബ്രീഫിംഗ് എനിക്ക് ആരെങ്കിലും തന്നിരുന്നെങ്കിൽ. നമ്മൾ ചിലതിൽ നിന്നാണ് പഠിക്കാന്ന് പറഞ്ഞ മനസ്സിലാക്കിയെന്ന് ഇനി ആവർത്തിക്കരുത് എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട്. അതെ, അതായത്
അന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ BB ഞാൻ ഔട്ടാവുമെന്ന് വിചാരിച്ചതല്ല, അതെ. സീസൺ പ്രേക്ഷകരും വിചാരിച്ചല്ല. പ്രേക്ഷകരും വിചാരിച്ചല്ല ഞാൻ ഔട്ടാവുമെന്ന് വിചാരിച്ചത്. ബിഗ് ബോസ് ഹൗസ് അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് പറയാം. പക്ഷേ സീസൺ 6 കണ്ടുവന്നത് കളിക്കുന്ന ആൾക്കാർ ഫസ്റ്റ് തന്നെ പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പൊ വരുന്ന 7ന്റെ പണി എന്നുള്ളതായിരുന്നു ഇപ്രാവശ്യത്തെ ഏറ്റവും അട്രാക്റ്റീവ് ചെയ്തിട്ടുള്ള കാര്യം. രതീഷേട്ടനെ നോക്കുന്ന സമയത്ത് ഇപ്രാവശ്യം ശരിക്കും പണിയാണോ അത് പണി പാളിയോ? സീസൺ 7 അനിയൻ എന്താ തോന്നുന്നു? സീസൺ 7 അത് പണിയാണോ പണിപാളലാണോ? പണിപാളലാണ്. എവിടെ പാളിയ? മൊത്തം പാളിയിരിക്കുകയാണ്. കാരണം എന്താ പറയുക, എനിക്ക് തോന്നുന്നത് പ്രമോ ഒക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് ലാലേട്ടൻ ആഘോഷിച്ചു. ഒരു സിനിമ മോഡലുള്ള പ്രമോ ആയിരുന്നു. പക്ഷെ ഞാൻ അന്ന് ഒരു ഇന്റർവ്യൂവിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഈ പ്രമോ വരുന്ന കണ്ടസ്റ്റന്റിന് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഫാസ്റ്റ് ഗെയിമേഴ്സ് അല്ല. ഞാനൊരു ഫാസ്റ്റ് ഗെയിമറാണ്. കാരണം എനിക്ക് ആ തുടക്കം മുതൽ തന്നെ എനിക്ക് ഒരു ഹരായിരുന്നു. അതായത് ഞാൻ റോഹൻ വെറുതെ നടക്കുമ്പോൾ ഞാൻ റോഹനെ ട്രിഗർ ചെയ്യുമ്പോൾ റോഹൻ ട്രിഗർ ആവാണ്, കൊള്ളാലോ വീഡിയോ. അപ്പൊ നമ്മൾ വീണ്ടും അതും അങ്ങോട്ട് പിടിച്ച് കയറണം. എനിക്കതൊരു ഹരായിരുന്നു. എനിക്ക് കളിച്ച് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും എന്നെ പിടിച്ച് ഔട്ടാക്കി. അത് ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ഈ ഔട്ടാവുന്ന ആളുകളുണ്ടല്ലോ, ഔട്ടാവുന്ന ആളുകൾ ഇപ്പോഴത്തെ സീസൺ തൊട്ടിട്ട് ഒരു ആങ്കർ വന്ന് ഒരു ഇന്റർവ്യൂ ഒരു സെറ്റിങ്സ് ഉണ്ട്. അഞ്ജന മാഡം ചെയ്യുന്നത്. അഞ്ജന മാഡം അവരോട് ചോദിക്കുകയാണ് എന്ത് പറ്റി. ഞാനാണെങ്കിൽ പറയും എന്ത് പറ്റി, എന്തിനാ ഔട്ടാക്കിയത്, ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കും. അതായത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പെർഫോം ചെയ്ത ആളെന്താണ് അപ്പാനി ശരത്ത് ഔട്ടാവും നമ്മൾ വിചാരിച്ചതല്ല. പുള്ളിക്കാരൻ നെഗറ്റീവ് ഓർ പോസിറ്റീവ്, പുള്ളിക്കാരൻ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. നല്ല രീതിയിൽ കളിക്കുന്ന വ്യക്തി ഔട്ടാവും എന്ന് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആ ഒരു സംഭവത്തിൽ അപ്പാനി ഔട്ടായി പോവാണ്. എന്നിട്ടൊരു ടാഗ് ലൈൻ വരികയാണ്, ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ഞാൻ പറയുന്നത് അവർക്ക് വേണമെങ്കിൽ അപ്പാനിനെ സേവ് ചെയ്ത് അവിടെ നിർത്താമായിരുന്നു. എത്രയോ സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വോട്ടിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എല്ലാം കഴിഞ്ഞ് ഈ ആഴ്ച എവിക്ഷൻ ഇല്ല. അപ്പൊ എന്തിനാണ് അവര് ആ വോട്ടിങ്ങിന്റെ കാര്യങ്ങൾ ഇടുന്നത് ഒരാഴ്ച? നമ്മൾ ഓരോ കണ്ടസ്റ്റന്റ് തന്നെ വീണ്ടും ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് അപൂർവം കിട്ടുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. അപ്പോൾ ഇതില് ആദ്യം ഓർത്തത് അനീഷിന്റെ ഇതിലായിരുന്നു. ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിൽ വെച്ച് തുടങ്ങിയത്. തൃശ്ശൂർകാരനായിട്ട് കണക്ട് ചെയ്തു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് ഓർത്ത് വെച്ചുള്ള സംഭവം നെവിന്റെ വിഷയത്തിലായിരുന്നു. നെവിൻ ഓൾറെഡി എന്നുള്ള രീതിയിലേക്ക് ഞാൻ കിട്ടി വന്നിട്ട് പോയതാ. പെട്ടെന്ന് ആളുകൾ ഓർത്തെടുത്തത് പണ്ട് ഒരാൾ 2 ബാഗും പിടിച്ചുരുട്ടി പോയതായിരുന്നു. പക്ഷെ അത് രസമായിരുന്നു. അത് രസമുള്ള ഞാനും പിടിച്ച് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനില്ല ഒരു സംഭവം. അങ്ങനെയല്ല, അതായത് ഇവര് ഞാനല്ല, അതാണ് എല്ലാവരെയും എതിർത്ത് കളിച്ചാലത്തെ പ്രശ്നം. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ആ സമയത്ത് എനിക്ക് കണ്ടന്റുകൾ ഡെയിലി ഉണ്ടാക്കണം, പ്രമോല് വരണം, അതൊക്കെ ഫുൾ പ്ലാൻഡ് ആണ്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരെ വരെ മറന്നുപോകും. നമ്മൾ ഫുൾ പ്ലാൻഡ്. രാത്രി ഇറങ്ങുമ്പോൾ അപ്പൊ നാളത്തെ പ്രമോ എന്തായിരിക്കും, അങ്ങനെ എന്തൊക്കെ. അപ്പൊ ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ബാഗ് എടുത്തിട്ട് ഇറങ്ങിയതിന് ശേഷം ഇവര് ആരും വിളിക്കുന്നില്ല. പിന്നെ ഇനി വേറെ ഹെവി റിസ്ക് എടുത്തതാണ്. ഈ സീസണിൽ നെവിനും വാതിൽ തുറന്നു കൊടുത്തു. കഴിഞ്ഞ സീസണിൽ എനിക്കറിയാമായിരുന്നു തുറക്കില്ല, 101 തവണ ഉറപ്പാണ് തുറക്കില്ല. കാരണം എന്താ വെച്ചാൽ തുറക്കണമെങ്കിൽ നമ്മൾ കൺഫെഷൻ റൂം വഴി പോകണം. എന്നിട്ട് കൺഫെഷൻ റൂം വഴി പോയിട്ട് ബിഗ് ബോസ് സംസാരിച്ച് അതിൽ കുറെ സ്റ്റെപ്പുകളുണ്ട്. എന്നിട്ട് നമ്മൾ പുറത്താക്കുള്ളൂ.